ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ബോട്ടിൽ ക്യാപ്പ് പ്രഷറാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. അപ്പം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വേണം, ക്യാപ്പോട് കൂടിയാണ് വേണ്ടത്. കുറച്ച് ജലം വേണം, അതുപോലെ ഒരു ബൗൾ കൂടി വേണം ഇതിലേക്ക്. ഞാൻ ആദ്യമായിട്ട് ഈ ബോട്ടിൽ ഒരു ഹോൾ ഇടുന്നുണ്ട്. ഞാൻ ആദ്യമേ ബോട്ടിൽ ഹോൾ ഇട്ട് വെച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ വിരലിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഹോൾ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഹോള്. ഞാൻ ബോട്ടിലിൽ ഹോള് കൈകൊണ്ട് പിടിച്ചുകൊണ്ട് നമ്മളിതിലേക്ക് കുറച്ച് ജലം നിറയ്ക്കുകയാണ്. നമ്മൾ അങ്ങനെ ബോട്ടിൽ നിറച്ചു കഴിഞ്ഞു. ഹോൾ എൻ്റെ കൈകൊണ്ട് പിടിച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. എൻ്റെ കൈ എടുത്ത് മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കാണാം ജലം പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഞാൻ ഇതിൻ്റെ ക്യാപ്പ് ഇടുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ കൈ കൊണ്ട് ഇപ്പോൾ ഹോള് കവർ ചെയ്യുന്നില്ല. എന്നിരുന്നാലും ജലം പുറത്തേക്ക് വരുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിന് കാരണം പ്രഷറിൽ വരുന്ന വ്യത്യാസമാണ്. ഞാൻ ക്യാപ്പ് ഇടുമ്പോൾ ബോട്ടിലിനകത്തെ പ്രഷറും അന്തരീക്ഷത്തിലെ പ്രഷറും തുല്യമായി വരികയും ജലം പുറത്തേക്ക് ഒഴുകാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒഴിവാക്കുമ്പോൾ നമുക്ക് കാണാം ജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. ഇതിന് കാരണം പ്രഷറിൽ വരുന്ന വ്യത്യാസമാണ്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഞാൻ ക്യാപ്പ് ഒഴിവാക്കുന്നു, ജലം പുറത്തേക്ക് ഒഴുകുന്നു. ഞാൻ ക്യാപ്പ് ഇടുമ്പോൾ ജലം ഒഴുകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. ഹായ്, ഇന്നത്തെ നമ്മുടെ പരീക്ഷണം ബൗൺസിംഗ് എഗ്. ഈ പരീക്ഷണത്തിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുട്ട, കുറച്ച് വിനാഗിരി, ഒരു ബൗൾ. നമുക്ക് പരീക്ഷണം തുടങ്ങാം. ആദ്യമായി നമ്മൾ ബൗളിൽ മുട്ട വയ്ക്കുന്നു. ഇതിലേക്ക് നമ്മൾ വിനാഗിരി നിറയ്ക്കുന്നു. ഇപ്പോൾ വിനാഗിരിയിൽ ഈ മുട്ട മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. ഇനി നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ വയ്ക്കുന്നു. 24 മണിക്കൂറാണ് നമ്മൾ ഇങ്ങനെ മുട്ടയെ വിനാഗിരിയിൽ മുക്കി വയ്ക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഞാനൊരു മുട്ട 24 മണിക്കൂർ വിനാഗിരിയിൽ മുൻപേ ഇട്ട് വെച്ചിരുന്നു. ഇത് നോക്കൂ, ഒരു ദിവസത്തിന് ശേഷം മുട്ടയിൽ വന്ന മാറ്റം നമുക്ക് നോക്കാം. നമുക്കിത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യാനായി നമുക്കൊരു ബൗൾ ആവശ്യമാണ്. നമ്മൾ പതുക്കെ മുട്ടയെ വിനാഗിരിയിൽ നിന്ന് എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മുട്ടയുടെ തോട് കുറച്ചു ഭാഗം ഇല്ലാതായിരിക്കുന്നു. നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകി നോക്കാം. മുട്ടയുടെ തോട് നേർത്ത് ഇല്ലാതായിരിക്കുന്നു. മുട്ടയുടെ തോട് നേർത്ത് ഇല്ലാതായിരിക്കുന്നു ചില ഭാഗങ്ങളിൽ. ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നും ഉടഞ്ഞു പോയി. നമുക്ക് ഈ തോടിനെ
കാണുമ്പോൾ തന്നെ അറിയാം തോട് പൂർണ്ണമായും തന്നെ നേർത്തിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? വിനാഗിരി ഒരു ആസിഡാണ്, മുട്ടത്തോട് കാൽസ്യം കാർബണേറ്റുമാണ്. ഈ രണ്ട് കെമിക്കലും കൂടിച്ചേർന്നപ്പോഴുണ്ടായ കെമിക്കൽ റിയാക്ഷനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ കണ്ട നുര പോലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കിതിലേക്ക് നോക്കിയാൽ പത പോലെ കാണാം, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് വിനാഗിരിയും കാൽസ്യം കാർബണേറ്റും ചേർന്നപ്പോഴുണ്ടായ കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 24 മണിക്കൂർ വിനാഗിരിയിൽ മുട്ട ഇട്ട് വെച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള റിയാക്ഷൻ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്കും ഈ പരീക്ഷണം ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച്. തീർച്ചയായും നിങ്ങളും ചെയ്തു നോക്കണം.